അപ്പോൾ നമ്മളെ മലക്കപ്പാറ വാൾപ്പാറ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ നല്ല കാടായതുകൊണ്ടേ ശരിക്കും നല്ല ഒരു 3:30 നമ്മൾ 3:30ക്കാണ് അവിടെ നിന്ന് എൻ്റർ ആയിട്ടുള്ളത്. ഇപ്പം തന്നെ ഒരു 4, 4:30, 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം. ഇപ്പം തന്നെ നമ്മൾ ഇവിടെ നല്ല ഇരുട്ട് കുത്തി തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കട്ടെ, ഈ സമയത്തൊന്നും ഇങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ നിൽക്കരുത് ആരും. പ്രത്യേകിച്ച് വേറെ വണ്ടികളോ ഒരു സഹായത്തിനോ ഒന്നിനും ഒരാളെ കിട്ടൂലേ. പിന്നെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആനകളുടെ പോകുന്ന വഴി മൊത്തം ആനപ്പിണ്ടം നിറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ 1-2 ആനനെ കണ്ടെങ്കിലും കൂടിയിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ കാടിനുള്ളിലായതുകൊണ്ട് ഇറങ്ങുമ്പോഴത്തേനൊക്കെ അത് മറിഞ്ഞ് പോകുന്നതാണ്. പക്ഷെ എന്താണ് ഈ ഒരു ഭയങ്കര ഒരു അനുഭവം ഉണ്ട് ഈ യാത്ര. ഭയങ്കര രസമായിരുന്നു. ഒന്നും പറയാനില്ല ഈ യാത്രാനുഭവത്തിനെ കുറിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഈ ജാതി യാത്രകളൊക്കെ അനുഭവിക്കണം. പക്ഷേ റിസ്ക് എടുക്കരുത്. കാരണം ആരെങ്കിലും 1-2 പേര് വേറെ എക്സ്ട്രാ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയ്ക്കാവുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു രക്ഷയില്ല. പിന്നെ കാരണം വെച്ചാൽ കിലോമീറ്ററുകളോളം കാടുകൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണിത് അതിരപ്പള്ളി വാൾപ്പാറ. കാടിനകത്ത് കൂടെ തന്നെ. പിന്നെ റോഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിമനോഹരം എന്ന് പറയാനേ പറ്റില്ല. വളരെ മോശമായ റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല, അത്രയും മോശമാണ് ഈ റോഡ്. പിന്നെ അപ്പോൾ നമ്മൾ ഏതാണ്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനോട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മളവിടെ നിന്ന് പോകുന്നിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റോഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ. അധികൃതർ നമ്മളോട് സൂചിപ്പിച്ചായിരുന്നു റോഡ് വളരെ മോശമാണ്, അതേമാതിരി ആന ഇറങ്ങുന്ന സ്ഥലമാണ്, വളരെ സൂക്ഷിച്ച് പോകണമെന്നൊക്കെ അവർ നമ്മൾക്ക് നല്ല ഇൻഫർമേഷൻ തന്നിട്ട് തന്നെയാണ് നമ്മളെ വിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമ്മൾ എടുത്ത് പറയണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പോകുന്ന ഈ കാടിൻ്റെ 2 സൈഡിലായിട്ട് ചില ഡാമുകളും നീരൊഴുക്കുകളും പാറയുടെ ഇടയിൽ കൂടെ വരുന്ന ആ നീരൊഴുക്കൊക്കെ കാണാൻ പ്രത്യേക ഭംഗി തന്നെ ഉണ്ടാവും. പിന്നെ പല കുരങ്ങുകൾ ചാടുന്നതാണ്, പല പല ചെറിയ ചെറിയ മൃഗങ്ങളെ മറ്റും പക്ഷികളെയും സിംഹവാലൻ കുരങ്ങനൊക്കെ കാണാം. പക്ഷെ എന്താണ്, നമ്മളധികം നിർത്തി അതൊന്നും അധികം ഫോട്ടോ എടുക്കാൻ അതിനൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോഴാണ്. പിന്നെ എന്താ വെച്ചാൽ 2 വീലർ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ 2 സൈഡ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ഇങ്ങനെ ആസ്വദിക്കാം. റോഡ് മോശമായാലും പിന്നെ എന്താണ് യാത്ര ഒന്നുകൂടെ ആസ്വദിക്കാൻ പറ്റി. കാരണം വളരെ സ്പീഡിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, അതൊക്കെ പോകാൻ പറ്റുള്ളൂ. എന്തായാലും കൊള്ളാം, നല്ല ഒരു പ്രത്യേക ഒരു രസം തന്നെയായിരുന്നു ഈ യാത്ര. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്ര തന്നെ. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. യാമാനം സൂപ്പർ കാഴ്ച, അടിപൊളി കാട്ടുപോത്ത്. അത് തിരിഞ്ഞു പോണു. സമയം ഇരുട്ടായിട്ടാ. എന്താ വൈബ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡില്ല കേട്ടോ. റോഡ് കട്ടക്കല്ലാണ്, കണ്ടില്ലേ? കുറേ കിലോമീറ്ററോളം ഇങ്ങനെയാണ്. ഞാൻ വിചാരിച്ച് കുറച്ചുണ്ടാവുള്ളൂ. റോഡ് വളരെ മോശമാണ് കേട്ടോ. നല്ല കുഴികളും ഉണ്ടായി. കിലോമീറ്ററുകളോളം ഇങ്ങനെ തന്നെ അവിടെ. കേട്ടോ. അങ്ങനെ നമ്മളിവിടെ മലക്കപ്പാറ മെയിൻ ജംഗ്ഷനിലെത്തി. ഇതാണ് മലക്കപ്പാറ. അപ്പോൾ ഇവിടെ നമുക്ക് ചായ, കോഫി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഏകദേശം നമ്മൾ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ പെട്രോൾ അത്യാവശ്യം വേണമെങ്കിൽ ഇവിടെ കടകളിലൊക്കെ കിട്ടും, ഹോട്ടലിലുണ്ടാവും. പിന്നെ ഇനി പോകേണ്ടത് 28 കിലോമീറ്റർ വാൾപ്പാറ. അങ്ങോട്ടേക്ക് ഇരുട്ടാണ്, റോഡും മോശമാണ്. പക്ഷേ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നല്ല റോഡ് എന്നാണ് പറയുന്നത്.
വെച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്കൊരു സ്ലിപ്പ് തന്നിട്ടുണ്ടാവും, അവിടെ നിന്ന് ഇന്ന വണ്ടി എൻ്റർ ആയിട്ടുണ്ടാവുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ ആ സ്ലിപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുത്ത് നമ്മൾ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു, ഒന്നുമില്ല, അതവിടെ കൊടുത്താൽ മതി. പക്ഷേ അവർ ചോദിക്കും എന്തോ ലേറ്റ് ആയത്, ആ കാരണങ്ങളൊക്കെ. അപ്പോഴത്തെ അതായത് നമ്മളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടാവും, ഇന്ന വണ്ടി കടന്നു പോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ അവസാനം നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് അവർ വളരെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിച്ചു. എന്തായിരുന്നു ഇത്രയും ലേറ്റ് ആയത്, റോഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ അവർ അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബായ്.